Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് ബോഡി ഡെൻറ്റിങ്. ഒട്ടുമിക്ക വണ്ടികളിലും കണ്ടിരിക്കും. ഇന്നോവമാരുള്ള വണ്ടികൾക്കൊക്കെ ലഗേജ് കയറ്റിയിട്ട് ഇതേപോലെ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. ഹാഷ് ബാക്കും സാധാരണ വണ്ടികളൊക്കെ അഥവാ ഇതേപോലെ ഡെൻറ്റിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ ലെവലാവുകയും ചെയ്തിരിക്കും. പക്ഷേ നമ്മൾക്ക് ഇതേപോലെയുള്ള വാഹനങ്ങൾ ഇതേപോലെ ഡെൻറ്റിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ലെവലൊന്നും ആവില്ല. അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡെൻറ്റ് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റൂഫ് നമ്മൾക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്നറിൽ പറഞ്ഞ ഈ റൂഫിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ക്രോസ് ബാർ അതേപോലെ തന്നെ AC പാനൽ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഇത് സെൻട്രേസി അല്ലാത്ത വാഹനം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള പാനൽ ഉണ്ടാവില്ല, എന്നാലും ക്രോസ് ബാറുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അയച്ചിട്ട് അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ റൂഫിൻ്റെ പാനലുകളും കാര്യങ്ങളെല്ലാം അയച്ചെടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാതെ അവർ പാക്കിംഗ് ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓൾറെഡി ഇതിൻ്റെ ഈ ക്രോസ് ബാറുകൾ ബെൻഡാണ്. ഇതിപ്പോൾ ബേസ് ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ആണെങ്കിൽ സെൻട്രേസി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സെൻട്രേസി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാനലും കൂടി ആ ക്രോസ് ബാർമ വരും. അപ്പോൾ നമുക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല. ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ റൂഫ് പാനലും മാത്രം അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രോസ് ബാറുകൾ ലെവൽ ചെയ്യാവുന്നതാണ്. ഈ ലെവൽ ചെയ്യാണ്ട് അവർ അതിൻ്റെ ഗ്യാപ്പിൽ സ്പോഞ്ചും കാര്യങ്ങളെല്ലാം വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് ക്ലിയർ ആക്കണം. ഇവിടെ ആംഗ്ലറൊക്കെ ഉണ്ട് കണ്ട. അത് ഈ ഒരു AC-യുടെ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യണ AC-യുടെ ആംഗ്ലർ കയറ്റി വെച്ചതെന്നാണ്. അതുപോലും പാക്കിംഗ് ഇല്ല കണ്ട. സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് മതി. ഇവിടെയൊക്കെ ബെൻഡാണ്. ഈ ക്രോസ് ബാറുകളൊക്കെ ബെൻഡാണ്. അവിടെ ഇതൊക്കെ ബെൻഡതേ ഇതൊക്കെ താഴേക്ക് കണ്ട. ആ ഗ്യാപ്പുകൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യണം. ഒരു ഫ്രണ്ടിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, മേലെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വയർ നമ്മളുടെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഹെവി വയറൊക്കെ പോയണണ്ട. ഇത് വഴി ശരിക്കും ലീക്കിങ് വരും. ഇങ്ങനെ കൊടുത്താണ് വരണം. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഊരിയെടുക്കുക. നമ്മുടെ ഈ വണ്ടിയുമ്പോൾ കസ്റ്റമർ ഒരുപാട് ലീക്കും കാര്യങ്ങളും കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അതായത് ഫ്രണ്ട് സൈഡിൽ നല്ല രീതിയിലുള്ള ലീക്കും കാര്യങ്ങളും പറഞ്ഞിരുന്നു, വെള്ളത്തിൻ്റെ ലീക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നം ഇതാണ്, വേണ്ട പിടിച്ച് പോവാണ്, താഴേക്ക് വീഴാണ്. സെൻറ്ററിലെ ലീക്കിൻ്റെ കാരണം ഓ ഷിറ്റ് മൈ ഗോഡ്, നല്ല രീതിയിലുണ്ട് കേട്ടോ. മേജറായിട്ടുള്ള പ്രോബ്ലം ഈ സെൻറ്ററിൽ ഇതാണ്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബീഡിങ് നമ്മൾ അയച്ചെടുത്തിട്ട് അത് ഫുള്ളായിട്ട് തന്നെ അയച്ച് ഗ്ലാസ് റിമൂവ് ചെയ്തതിന് ശേഷം ആ പാനൽ അവിടെ കറക്റ്റ് ചെയ്യണം. അതിനുശേഷം വീണ്ടും റീഫിറ്റ് ചെയ്യുമ്പോൾ ഈ ബീഡിങ് അടക്കം ചേഞ്ച് ചെയ്ത് ഗ്ലാസ് റീസെറ്റ് ചെയ്യണം. അതായത് ആ ഒരു പാനൽ, ഈ ഒരു പാനലുണ്ടല്ലോ, ഈ ഒരു ഭാഗം പുതിയത് ഇവിടെ കട്ട് ചെയ്ത് പീസ് വെൽഡിങ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വണ്ടി അയച്ചപ്പോൾ ഉള്ളിലത്തെ അവസ്ഥയാണിത്. നിറച്ചുറുമ്പാണ് കേട്ടോ, പാനലിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചുറുമ്പാണ്.
അപ്പോൾ നമ്മൾ ബെൻഡ് അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെൻഡ് കാര്യങ്ങൾ അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് ഇതിപ്പോൾ നമ്മൾക്കിവിടെ കാണാണ്ട ബെൻഡ് അടിച്ചാലും ഷേക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അവിടെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഭാഗത്തൊക്കെ ഉണ്ടോ അനക്കം വരുന്നുണ്ട്. അതായത് പിന്നീട് ലോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് താഴെ അല്ലെങ്കിൽ വൈബ്രേഷൻ വരും വണ്ടി ഓടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സിലിക്കോൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ സിലിക്കോൺ നമ്മൾ ആ ഗ്യാപ്പുകളിലൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രോസ് ബാറിലൊക്കെ നമ്മൾ സിലിക്കോൺ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രോസ് ബാർ നമ്മൾ ജാക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് ഗ്യാപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ബാക്കിയുള്ള ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ സിലിക്കോൺ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ റൂഫിൻ്റെ ഇത് കാണണ്ടേ. അപ്പോൾ റൂഫും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂഫ് ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ടുള്ള ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോഡി ഷോപ്പിൽ പോകുമ്പോൾ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്ലിയർ ചെയ്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിരിക്കും ഒരു വെൽഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെൽഡിങ് കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ റൂഫ് ഇനിയിപ്പോൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ റൂഫ് അയച്ചിട്ട് അത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഞാൻ ഇതിൽ സെറ്റിംഗ് കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. ഓക്കെ.